ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ശക്തമായ പോരാട്ടമാണ് മത്സരാർത്ഥികൾ തമ്മിൽ കാഴ്ചവെക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ മത്സരാർത്ഥികളെ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. രേണുസുധിയാണ് സോഷ്യൽ മീഡിയയിൽ അകത്തും പുറത്തും താരം. രേണുസുധി വളരെ മോശമാണെന്ന് അപ്പാനി ശരത് പറയുന്നത്, അതും പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എന്ത് മോശത്തരമാണ് രേണുസുധി കാണിച്ചതെന്ന് പറയാൻ ശരത്തും ബാധ്യസ്ഥനാണ്. രേണുസുധി വെറും എന്നാണ് പറയുന്നത്. അപ്പാനി ശരത്തും അഭിശ്രീയും അക്ബറും ആര്യനും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. ഇവർ ടീമായി പോയി ഓരോരുത്തരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങളാണ് ലൈവിനുള്ളിൽ സംസാരിക്കുന്നത്. ഇതെന്താണ്, റാഗിംഗ് ആണോ അതോ കോളേജിലാണെന്ന ധാരണയുണ്ടോ? ഇവർക്കൊന്നും വ്യക്തിത്വമില്ലേ? ഇവർക്ക് ധൈര്യമില്ലേ? അതാണ് ഒറ്റയ്ക്ക് വഴക്കിടാൻ തയ്യാറാക്കാത്തതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സീസണിൽ പുരുഷന്മാരെക്കാൾ ധൈര്യം സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഓമനപ്പേർ എന്നൊരു ടാസ്കിന്റെ ഭാഗമായി രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ ഖാൻ വിളിച്ചത് വലിയ വിവാദമായിരുന്നു. സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുള്ള കേരളത്തിൽ അക്ബറിന്റെ വാക്കുകൾ സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പങ്കാളികളില്ലാത്തവർ സമൂഹത്തിൽ നിന്നും പലതും കേൾക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ ഒരു ശബ്ദമായാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് രേണു പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ രേണുവിന് വിഷമമായെങ്കിൽ താൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് അക്ബർ ലൈവിൽ പറയുന്നുണ്ട്. ആളുകളുടെ കയ്യിലുള്ള കണ്ടന്റുകൾ വേസ്റ്റ് എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും അതുകൊണ്ടാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതെന്നും വിധവമാരെ പ്രതിനിധീകരിച്ച് വന്നതാണെന്ന് തനിക്കറിയില്ല, അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ചേച്ചിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ താൻ തയ്യാറാണെന്ന് അക്ബർ ന്യായീകരിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കമൻറ്റ് ചെയ്യുക.